രാവിലെ പെയ്ത കനത്ത മഴയിൽ തൃശൂർ നഗരത്തിൽ ശക്തമായ വെള്ളക്കെട്ടാണ്. നഗരം നിശ്ചലമായ അവസ്ഥയിലാണ്. ഇപ്പോൾ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ നമ്മോടൊപ്പം ചേരുകയാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ. ശ്രീ രാജൻ ജെ പല്ലൻ, ഈ കാലവർഷം എങ്ങനെയാണ് ജില്ല അതിജീവിക്കുക? നമുക്കറിയാം, കഴിഞ്ഞ 1-2 ദിവസം കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ മഴ പെയ്യുന്നു എന്നത് യാഥാർത്ഥ്യം ആണെങ്കിൽ കൂടി വലിയൊരു അനാസ്ഥ കോർപ്പറേഷൻ ഭരണാധികാരികളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ലേ ശ്രീ പല്ലൻ? ശരിയാണ്. തൃശ്ശൂർ കോർപ്പറേഷന്റെ മനുഷ്യമായ വെള്ളക്കെട്ടാണ് ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് മഴക്കാലം മെയ് ജൂൺ മാസങ്ങളിൽ മഴക്കാലം വരുമെന്ന് മനസ്സിലാക്കിയിട്ടും തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം വരുമെന്ന് മനസ്സിലാക്കിയിട്ടും അത് അങ്ങനെ ഒരു മുന്നറിയിപ്പ് കത്ത് കോൺഗ്രസ് പ്രതിപക്ഷ മേയർക്കും ഭരണപക്ഷത്തിനും നൽകിയിട്ടും യാതൊരുവിധ നടപടികളും സ്വീകരിച്ചില്ല. വീഴ്ചകളിലെ മണ്ണ് നീക്കുന്നതിൽ വലിയ വീഴ്ച വരുത്തി. തോടുകളിലെ മണ്ണ് നീക്കാനും കുളവാഴം നീക്കുന്ന കാര്യത്തിൽ വലിയ വീഴ്ച വരുത്തി. ഞാൻ നിങ്ങളോട് ഇപ്പൊ ഈ ചാനലിനോട് ഈ ന്യൂസിൽ സംസാരിക്കുന്ന ഈ സമയത്ത് പോലും നടപടികൾ പൂർത്തീകരിച്ചിട്ടില്ല. വലിയ തോടുകളിലെ മണ്ണ് നീക്കാനും കുളവാഴം നീക്കാനുള്ള ടെൻഡർ നടപടികൾ പോലും പൂർത്തീകരിച്ചില്ല. ഒരു കരാറിനും ഒരു വർക്ക് ഓർഡർ നൽകിയിട്ടില്ല. എന്നിട്ട് ഈ തൃശ്ശൂർ ജനങ്ങളെ നൂറുകണക്കിന് വീടുകളിൽ വെള്ളം കയറി, കടകളിൽ വെള്ളം കയറി, സ്ഥാപനങ്ങളിൽ വെള്ളം കയറി, ഹോസ്പിറ്റലുകളിൽ വെള്ളം കയറി. ഇന്ന് ഞാനിപ്പോ നിൽക്കുന്നത് മുണ്ടൂപ്പാറം ജംഗ്ഷനിലാണ്. അവന്യൂ റോഡ്, തൃശ്ശൂർ പട്ടണം ഏറ്റവും പ്രധാനപ്പെട്ട റോഡാണ് അവന്യൂ റോഡ് പോലീസ് കയറ് കെട്ടി അടച്ചിരിക്കുകയാണ് വെള്ളപ്പൊക്കം കാരണം. 1 മണിക്കൂറായി മഴ നിന്നിട്ട് വെള്ളം ഒഴുകി പോകുന്നില്ല. തോടുകൾ കരകവിഞ്ഞൊഴുകുന്നു. എല്ലാ തോടുകളും ബ്ലോക്കാണ്. മേയറുടെ ഭാഗത്തുണ്ടായ ഗുരുതരമായ വീഴ്ചയാണ് ഇതുണ്ടായത്. ഇത് CPM നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ വീഴ്ചയാണ്. CPM തൃശ്ശൂർ ജനതയോട് കാണിച്ച വഞ്ചനയാണ് ഈ തൃശ്ശൂരിലെ ഇപ്പൊ കാണുന്ന വെള്ളക്കെട്ട്. ശ്രീ രാജൻ ജെ പല്ലൻ, വീഴ്ചയുണ്ട് എന്ന് നമുക്ക് സമ്മതിക്കാം. പക്ഷേ ഇത് വൈകിയ വേളയാണ്. ഈ അവസരത്തിൽ ഇനി എന്താണ് ചെയ്യാൻ കഴിയുക? ഈ ഒരു കാലവർഷത്തിന്റെ ആരംഭത്തിലാണ് ഈ നമുക്ക് ലഭിക്കുന്ന ദൃശ്യങ്ങൾ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. ഈ കാലവർഷത്തെ എങ്ങനെ അതിജീവിക്കും? ഉടൻ പൂർത്തീകരിക്കണം. തോടുകളിലെ ക്ലീനിങ് ഉടൻ പൂർത്തീകരിക്കണം. അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങള് മന്ത്രിമാരുണ്ട്. ഇവിടെ 3 മന്ത്രിമാരുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ 3 മന്ത്രിമാരുണ്ട്, MLA മാരുണ്ട്. അവരിടപെടണം. തൃശ്ശൂർ ജില്ലയ്ക്ക് മേയർക്ക് വീഴ്ച പറ്റിയെങ്കിൽ, CPM ഭരണസമിതിക്ക് വീഴ്ച പറ്റിയെങ്കിൽ തൃശ്ശൂർ ജില്ലയിലുള്ള രാജ്യടക്കമുള്ള മന്ത്രിമാർ ഇടപെടണം. കേരള അടക്കമുള്ള മന്ത്രിമാർ ഇടപെടണം. ഇടപെട്ടുകൊണ്ട് MLA ഇടപെട്ടുകൊണ്ട് തൃശ്ശൂർ കോർപ്പറേഷനിലെ ജനതയെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഗവൺമെന്റിനുണ്ട്. ഞങ്ങൾക്ക് കോൺഗ്രസ് പ്രതിപക്ഷത്തിന് എന്ത് സഹായം വേണമെങ്കിലും ചെയ്യാനും എന്ത് നടപടികൾക്ക് ഒരുമിച്ച് നിൽക്കാനും ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ തൃശ്ശൂർ ജനതയെ വെള്ളക്കെട്ടിൽ നിന്ന് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന ഗവൺമെന്റിനും ഒപ്പം തന്നെ തൃശ്ശൂർ കോർപ്പറേഷനുമുണ്ട്. ആ ഭരണപക്ഷമോ പ്രതിപക്ഷമോ എന്നൊന്നുമില്ല, എല്ലാവരും കൂടി സഹകരിച്ച് ചെയ്യേണ്ടതാണ്. പക്ഷേ നിയമപരമായ കാര്യങ്ങൾ ചെയ്യാൻ ഭരണപക്ഷത്തിന് സാധിക്കുന്നു എന്നതുകൊണ്ട് മേയറും ഭരണപക്ഷവും നേതൃത്വപരമായി ഇത് ഏറ്റെടുത്തുകൊണ്ട് അടിയന്തരമായി യുദ്ധകാലാടിസ്ഥാനത്തിൽ ഗവൺമെന്റിനെ പോലും സഹായത്തിന് വിളിച്ചുകൊണ്ട്, മന്ത്രിമാരെ പോലും സഹായത്തിന് വിളിച്ചുകൊണ്ട് അടിയന്തരമായ നടപടികള് കോർപ്പറേഷൻ ഭരണ നേതൃത്വം ചെയ്യണമെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ശരി, ശ്രീ രാജൻ ജെ പല്ലനാണ് ഇപ്പോൾ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലനാണ് നമ്മോട് പ്രതികരിച്ചത്. തൃശ്ശൂർ നഗരം കനത്ത വെള്ളക്കെട്ടിലാണ്. നഗരത്തിനോട് ചേർന്ന പ്രദേശങ്ങളും ഒക്കെ തന്നെ വെള്ളത്തിൽ മുങ്ങിയ ഒരു അവസ്ഥയാണ്. ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ച നിലയിലാണ്. കാനകളൊക്കെ തന്നെ അടഞ്ഞു കിടക്കുന്നതാണ് പ്രളയ സമാനമായ ഈ ദുരിതത്തിന് കാരണമെന്ന് എല്ലാവരും സമ്മതിക്കുമ്പോൾ മന്ത്രിതല ഇടപെടൽ ആവശ്യപ്പെടുകയാണ് തൃശ്ശൂർ കോർപ്പറേഷൻ പ്രതിപക്ഷം.